ചപ്പാത്തി, പൂരി, അപ്പം, ദോശ അങ്ങനെ എല്ലാത്തിനും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഈ ഒരു ആക്ച്വലി റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് ബീറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. അത് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് ഈ മുട്ട ബീറ്റ് ചെയ്ത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി അതിന് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത പോലെ നമുക്ക് ആക്കി മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി ഇതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വശക്കിയെടുക്കേണ്ടതാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വശങ്ങി ഒന്ന് പരുവായുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ആഡ് ചെയ്യാം. അതുപോലെ ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് വശക്കിയെടുക്കാം. അത് വശക്കിയെടുത്തതിന് ശേഷം ഇനി നമ്മൾ പൊടികൾ ചേർക്കണം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കറി മസാലപ്പൊടി. ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്തിട്ട് ആ മലക്കറികളുടെ കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു എഗ്ഗ് അതെടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഈ മലക്കറികളുടെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇവിടെ 2 സ്പൂൺ സോയാ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ടൊമാറ്റോ സോസോ ചില്ലി സോസോ ഉള്ളവർക്ക് അത് ആഡ് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മല്ലിയിലയുടെ ഫ്ലേവർ നല്ലതാണ്. മല്ലിയില പൊതുവേ ഹെൽത്തിന് നല്ലതാണല്ലോ, അപ്പം അതുകൊണ്ടാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പം ഇതുകൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഒരു പെർഫെക്ഷൻ കിട്ടും. അതുകൊണ്ടാണ്. അപ്പം കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്ക് നേരത്തെ പറഞ്ഞ പോലെ അപ്പം, ദോശ, പൂരി എല്ലാത്തിനും സൂപ്പറാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കറിയാണ് നമ്മൾ സാധാരണ കറികളിൽ നിന്നും. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.